സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ബുദ്ധം ശരണം ഗച്ഛാമി. മോനെ ചായ. നമ്മുടെ ശ്യാമല്ലേ വരുന്നത്? അതെ, ശ്യാമാണല്ലോ. എടാ ശ്യാമേ, പൊളിച്ചല്ലോ. എവിടെന്നാടാ സ്കൂട്ടർ? കൊള്ളാലോ. എന്റെ പിറന്നാളാടാ. 20ാമത്തെ പിറന്നാളിന് എന്റെ അമ്മ വാങ്ങിത്തന്നതാ ഇത്. നീ ഭാഗ്യവാനാടാ. 20 വയസ്സാകുമ്പോഴേക്കും വണ്ടി കയ്യില്. എന്റെ അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടോടാ. അളിയ ചെലവില്ലേ? ഇല്ല, ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കണ മോനെ.
എന്റെ മോനൊന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കും, അമ്മയില്ലേ. പ്രോഗ്രസ് ഉണ്ടല്ലോ. ഡ്യൂട്ടി റൂമിലേക്ക് വന്നോളൂ, മരുന്ന് പുറത്തുനിന്ന് മേടിക്കാം. ഷ്യാമിൻ്റെ പരിക്ക് അല്പം ഗുരുതരമാണ്. വലത് കാലിൻ്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, നമുക്ക് പരമാവധി ശ്രമിക്കാം. പോസ്റ്റ് പോസ്റ്റ് ഉണ്ട്. ശരി. ചേട്ടാ, എന്തിട്ടി? എനിക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. ആഹാ, ഇതൊരു സന്തോഷമുള്ള കാര്യല്ലേ? ഇതിനാണോ നീ വിഷമിക്കണേ? പക്ഷേ ഏട്ടാ, എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്താ. എവിടെയാണെങ്കിലും എന്താ, എൻ്റെ മോളിൽ നഴ്സായാൽ മതി. എന്നിട്ട് വേണ്ടേ ചേട്ടന് ഇഞ്ചക്ഷൻ വെക്കാൻ? എന്നാലും ചേട്ടനെ വിട്ട് ഓരോ എന്നാലും ഇല്ല. ആ മോനെത്തിയോ? നിങ്ങളിതുവരെ റെഡിയായില്ലേ? ആ മോനെ, ടിക്കറ്റ് എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ? അതൊക്കെ റെഡിയാണ്. ഓട്ടോറിക്ഷ പോരും. അവളെവിടെ? എടാ, അവള് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെക്കുക. സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തു വെച്ചല്ലേ? സർട്ടിഫിക്കറ്റ്സ് ആ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ശ്യാമേട്ടാ, നീ എത്തിയോ? വല്യമ്മേ ഇച്ചിരി ആ വേണം. ഇപ്പൊ തരാം മോനെ. എടാ, അവളെ ശ്രദ്ധിച്ചോണേ, പൊട്ടി പെണ്ണ. ശ്യാമേട്ടൻ ധൈര്യമായിട്ടിരിക്കും. നിഷ, ട്രെയിനിന് സമയമായി, നമുക്കിറങ്ങാം. മോനെ, ആ. ഇതാ വെള്ളം. ചേട്ടാ, ഞങ്ങൾ ഇറങ്ങട്ടെ? ചേടാ, ഇവിടെ കരച്ചിൽ കണ്ടാത്തൊന്നും ഇവിടെ കെട്ടിച്ചയക്കാൻ പോണെന്ന്. മോനെ, അമ്മ പോയിട്ട് വരാട്ടോ. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണേ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. രാവിലെ കുമാരി ചേച്ചി വന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വേഗം വരാട്ടോ. ഒരു കുഴപ്പമില്ല അമ്മേ, അമ്മ പോയിക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. ശരി മോനെ. എന്നാ നിങ്ങൾ ഇറങ്ങാൻ നോക്കാം. എനിക്കിത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനല്ല എൻ്റെ പൊന്നിന് കോളേജിൽ കൊണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരോട് സംസാരിച്ചിരുന്നാലേ വണ്ടി വണ്ടിയുടെ പാട്ടിന് പോകും. ബാ.
എത്ര ഏട്ടാ? നീ പൈസ കൊടുത്തിട്ട് വാ. വലിയ പോയിക്കോളൂ. ആ. ശ്യാമേട്ടാ. ആ നീ എത്തിയോ? എന്നെ പറ്റി ഞാൻ ഇപ്പോൾ ഓർത്തേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എത്തിയില്ലേ? കാര്യമായിട്ട് എന്തോ പണിയിലാണല്ലോ. എടാ നമുക്കൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയാലോ? കൊള്ളാം. വരുമാനമാവും, ശ്യാമേട്ടനോട് നേരം പോക്കാവും ചെയ്യും. നീ എൻ്റെ കൂടെ ഉണ്ടാവൂലേ? ആ എന്ത് ചോദ്യം ശ്യാമേട്ടാ, ഞാൻ കട്ടൊക്കെ ഉണ്ടാവില്ലേ? എങ്കിലൊക്കെ നമുക്കേ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് കണ്ടുപിടിക്കണം. അല്ല ഏട്ടാ, നമുക്ക് ടെക്കാർട്ടിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് നോക്കിയാലോ? ആ അതുകൊള്ള. ഓഫീസ് സെറ്റപ്പൊക്കെ ഞാൻ നാളെ ഡിസൈൻ ചെയ്തോട്ട് വരാം. ഓക്കെ. ബോക്സ് എല്ലാം കറക്റ്റാ. ഒരുപാട് ഓർഡർ ഉണ്ട്. തുടക്കം തന്നെ അടിപൊളിയല്ലോ. ഓക്കെ അല്ലേ? ആരാ? എന്താ കാര്യം? എന്താ മിസ്റ്റർ, നിങ്ങൾ ആളെ കളിയാക്കണോ? നിങ്ങൾ കാര്യം പറയൂ. നിങ്ങൾ ആ പെട്ടി തുറന്നു നോക്ക്. ഇതാണോ ഞാൻ ഓർഡർ ചെയ്തത്? അല്ല, നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തതേ ഫിറ്റ്നസ് എക്യുപ്മെന്റ് ആണ്. ആരാ അത്? ഒന്നുമില്ല ഏട്ടാ, അത് അഡ്രസ് എത്തി വന്നതാ. അതാരകത്ത്? അത് ശ്യാമേട്ടൻ, മൂപ്പരാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. ഓ അത് ശരി. അപ്പൊ എന്നെ പറ്റിച്ചിട്ട് ആളകത്തിരിക്കുകയാണല്ലേ? കാണിച്ചു തരാം. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാനൊരു ഞരമ്പ് രോഗിയാണെന്നാണോ? സോറി പറഞ്ഞല്ലോ, അഡ്രസ്സ് തെറ്റിയതാ. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉടനെ തരാം. അർജുൻ ആ കാര്യങ്ങളൊന്നും നോക്കിയേ പ്ലീസ്. നിങ്ങൾ ഇരിക്കൂ. അർജുനെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ മാറ്റാനും കഴിയില്ല. അവൻ്റെ ഒരു സഹായം കൊണ്ടാണേ ഇങ്ങനെയൊക്കെ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഇത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിലേ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? അവരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? സോറി, ഞാൻ നിങ്ങളോട് വീണ്ടും ക്ഷമ ചോദിക്കണം. ഇത് ഇത് കേണൽ സാറ് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ്. രണ്ടുപേരുടെയും വീട്ടുപേരൊന്നായിപ്പോൾ അതിൻ്റെ പ്രശ്നം. ഞാൻ കുറച്ച് വെള്ളം എടുക്കാം. ഇരിക്കൂ. ഈ അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക തൊഴിലാണിത്. ഇതും കൂടി ഇല്ലാതായ സോറി, ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സാരമില്ല. ഇതെന്തു പറ്റിയതാ? കോളേജ് ലൈഫും അടിച്ചുപൊളിയും അതെന്നെ ഈ വീൽ ചെയറിൽ എത്തിച്ചു. ഇപ്പം ആകെയുള്ള വരുമാനം ഈ ഓൺലൈൻ ബിസിനസ്സാ. ആ സോറി, മനഃപൂർവ്വമല്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ഞാനും സോറി പറയുന്നു, കാര്യം അറിയാതെ നിങ്ങളോട് ചൂടായതിന്. അല്ലെങ്കിൽ ഞാനും വിചാരിച്ചു ഈ പയ്യൻ എന്തിനാ സെക്സ് ടോയ് എന്ന്. ഒന്ന് പോ ചേട്ടാ. സുധി എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ ഗൾഫിലാണ്, ഞാനും അമ്മയും മുത്തശ്ശിയും മാത്രം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും കൂടിക്കോട്ടെ നിങ്ങളുടെ കൂടെ. ഞാനിപ്പോൾ ഫ്രീ ആണ്. സിമ്പതിയുടെ പുറത്താണോ? അല്ല. എങ്കിലും ഓക്കെ. സുധി കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു റിലാക്സേഷൻ ആവും. ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. 944 73 73 52 739. അല്ല, ചേട്ടൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അമ്മ ഒരനിയത്തി, അവൾ BSc നേഴ്സിങ്ങിന് പഠിക്കുക ട്രിവാൻഡ്രത്ത്. ഇത് അർജുൻ, എൻ്റെ ചെറിയമ്മയുടെ മോനാ. അമ്മയെ കണ്ടില്ലല്ലോ. അമ്മ സ്കൂളിൽ പോയിരിക്കുക. ആണോ? ടീച്ചറാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. അമ്മ അന്വേഷിക്കുന്നുണ്ടോ? ശരി. ശരി. നല്ല പയ്യനല്ലേ? വല്യമ്മേ,
ആ വാ മക്കളെ. വല്യമ്മ ഇത് സുധിയല്ലേ? ആ എങ്ങനെ മനസ്സിലായി? മോൻ പറഞ്ഞിരുന്നു സഹായിക്കാൻ പുതിയ ആളെത്തിയ കാര്യം. ശ്യാമേട്ടൻ അവിടെ? അകത്തുണ്ട്. മക്കള് വാ, ഞാൻ ചായ എടുക്കാം. വല്യമ്മ പണി ചെയ്തോളൂ, സ്കൂളിൽ പോണ്ടല്ലേ, ഞങ്ങൾ കുടിച്ചോളാം. എന്നാ ശരി. പോവാം. പിന്നെ ശ്യാമേട്ടാ, നമുക്ക് ഈ ബിസിനസ് ഒന്ന് ഉഷാറാക്കി എടുക്കണം. അതിനിപ്പോൾ എന്താ, ഇപ്പം നീയും കൂടി ഉണ്ടല്ലോ, നമുക്ക് ഉഷാറാക്കാം. മക്കളെ നിങ്ങൾ ഇരിക്കട്ടാ, അമ്മ സ്കൂളിൽ പോയിട്ട് വരാം. ശരി വല്യമ്മ. ശ്യാമേട്ടാ, നമുക്കൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയാലോ? പിന്നെന്താ, തുടങ്ങാലോ. പക്ഷേ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. എൻ്റെ പിറന്നാളിന് നിഷ വരുന്നുണ്ട്, അവളോടുകൂടി ആലോചിക്കാം. ശ്യാമേട്ടൻ്റെ ബർത്ത്ഡേ ആണോ? എന്നാ നമുക്കിതൊന്ന് അടിച്ചു പൊളിക്കണം. പിന്നല്ല, അതൊക്കെ വേണോ? വേണം. ഓക്കെ. ഹാപ്പി Happy ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ശ്യാമേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ സന്ധ്യ എത്ര മനോഹരമാണ് അല്ലേ ശ്യാമേട്ടാ? ഇതാണ് ശ്യാമേട്ടനുള്ള എൻ്റെ പിറന്നാൾ സമ്മാനം. താങ്ക്സ് സുധി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലെ. ഇതൊരു പരോളാണെന്ന് കൂട്ടിക്കോളൂ. എനിക്കിവിടെ വരാൻ ഇഷ്ടമാണെന്ന് സുധിക്ക് എങ്ങനെ അറിയാം? ഒരിക്കൽ ചേട്ടനോട് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണെന്ന് വാട്സപ്പിൽ മറുപടി ഇട്ടിരുന്നില്ലേ? നീ എൻ്റെ മനസ്സ് വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു സുധി. എൻ്റെ മോനിൻ്റെ പിറന്നാൾ എപ്പോഴാ? ഓ, നമുക്കെന്ത് പിറന്നാൾ? അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ 1-2 വട്ടം ആഘോഷിച്ചിരുന്നു. ഞാനതെല്ലാം മറന്നു. ആകാശങ്ങൾ കടന്ന് ആരവങ്ങളോടെ ആർത്തിരമ്പുന്നൊരാ മഴയ്ക്കൊടുവിൽ നനഞ്ഞു തണുത്തൊരു സൂര്യനെപ്പോലെ നീ എൻ്റെ മാറിടങ്ങളിൽ തളർന്നുറങ്ങുമ്പോഴാവാം എൻ്റെ ശരീരത്തെപ്പോലും ഞാൻ പ്രണയിച്ചു പോകുന്നത്. അതെ, നിന്നെ പ്രണയിക്കുമ്പോൾ ഞാൻ എന്നിലെ നിന്നെ പ്രണയിക്കുകയാണ്. ഞാൻ നീ തന്നെയാണ് പ്രിയനെ. അല്ല, ഞാൻ ശ്യാമേട്ടൻ വീഴാൻ പോയപ്പോൾ പിടിച്ചതാ. കുഴപ്പമില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. അർജുൻ, അതെന്താ സംഭവം? ഇത് ഇന്ന് അയക്കേണ്ട ബില്ല. ഞാൻ ഒന്നും കണ്ടില്ല ചേട്ടാ. ശ്യാമേട്ടാ, ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ഞാനിന്ന് ഇവിടെ താമസിച്ചോട്ടെ? അത് വേണോ? അമ്മേ, ഞാനിന്ന് ശ്യാമേട്ടൻ്റെ കൂടെ താമസിക്കുന്നത്, വീട്ടിൽ പോകണില്ല. അത് ചോദിക്കാനുണ്ടോ ഇപ്പോൾ? ഇത് നിൻ്റെയും കൂടെ വീടല്ലേ മോനെ? നീ വന്ന ശേഷമാണ് എൻ്റെ മോൻ ഇത്ര സന്തോഷിച്ച് കണ്ടത്.
നമുക്ക് ശ്യാമേട്ടനെ ആ പഴയ ആളാക്കി മാറ്റണം. അത് വേണം മോനെ. വല്യമ്മേ, ഞാൻ ഇറങ്ങായി. നേരെ ഒരുപാടായില്ലേ? അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ശരി മോനെ. മോനെ, കുടിക്കാനുള്ള വെള്ളം അമ്മ കൊണ്ടുവരാട്ടോ. അടുക്കളയിൽ വെച്ചാൽ മതി അമ്മേ, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. ആ. ശ്യാമേട്ടാ, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണോ? ഈ ലോകത്ത് ശരിയും തെറ്റെന്നൊക്കെ ഉണ്ടോ മോനു? ഈ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തില്ലേ? ഇങ്ങനെ ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല സുധി, ലക്ഷക്കണക്കിന് പേരുണ്ട്. വീട്ടുകാരെ ഭയന്ന്, നാട്ടുകാരെ ഭയന്ന്, സമൂഹത്തെ ഭയന്ന് ആരും പുറത്ത് പറയുന്നില്ലെന്നുള്ളൂ. കുറച്ച് വെള്ളം കൊണ്ടുവരാം. എന്നാൽ നമുക്ക് വേണ്ടി ഈ രാജ്യത്ത് നീതിപീഠമുണ്ട്. IPC 377 എന്ന വകുപ്പ് എടുത്തു കളഞ്ഞത് നിനക്കറിയോ? പ്രായപൂർത്തിയായവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ഗേ എന്ന് വെച്ചാൽ ഇതാണോ ശ്യാമേട്ടാ? ഇത് മാത്രമല്ല, ഗേ സെക്സും ഗേ ലവും ഉണ്ട്. അത് രണ്ടും രണ്ടാണ്. രണ്ട് പുരുഷന്മാർ സെക്സിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നതാണ് ഗേ സെക്സ്. അവരെ ഇൻസിസ്റ്റ് എന്നും പറയാറുണ്ട്. എന്നാൽ ഗേ ലവ് രണ്ട് ഹെക്ട്രോ വ്യക്തികളെ പോലെ തന്നെ അവരൊന്നിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എനിക്ക് നിന്നോടുള്ളത് പ്രണയമാണ്. ഞാൻ നിന്നെ എന്നേ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു സുധി. ശ്യാമേട്ടാ, എനിക്കറിയാം. ഞാൻ ശ്യാമേട്ടാ, ഇവിടെ തന്നെ ആവുമല്ലോ വീട്? ഇവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ വരവ് എന്തായാലും അവനോട് സർപ്രൈസ് ആവും. നീ വണ്ടിയിട്. കുട്ടികൾ വന്നിരിക്കുന്നു. വാ മക്കളെ. ആ ശ്യാമേട്ടാ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. അച്ഛമ്മയ്ക്ക് എന്നെ അറിയോ? പിന്നല്ലേ, ഇവിടുത്തെ മെയിൻ സംസാര വിഷയം ഏട്ടനല്ലേ? മോളെ രാധികേ, കുട്ടികൾ വന്നിരിക്കുന്നു. ആ ശ്യാമേ, വരൂ. അർജു, സുഖമല്ലേ കുട്ടികളെ? ശ്യാമേട്ടാ, ഇതാണ് എൻ്റെ അമ്മ, ഇതെന്റെ പുന്നാര അച്ഛമ്മ. മോനെ പറ്റി എപ്പോഴും പറയാറുള്ളൂ വീട്ടില്. ശരിയാ, മോന്റെ കൂടെ കൂട്ടുകൂടിയത് പിന്നെയാ ഇവനൊരു കാര്യപ്രാപ്തി വന്നത്. അർജുൻ, മോനെ കുറിച്ച് ഇവൻ പറയാറുണ്ട്. എന്നാ നിങ്ങൾ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അമ്മമ്മേ, പിന്നെ എന്താണ് അമ്മമ്മേ, സുഖല്ലേ? സുഖം തന്നെ മാനെ. മാന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് എന്റെ മാൻ നല്ല സ്ഥിതിയിലായത്. എന്താ അച്ഛമ്മ ഇത്? ചായ കുടിക്കും മക്കളെ.
ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ശ്യാമേ? നന്നായി പോകുന്നു ആൻറ്റി. ഉം. പിന്നെ ഇവൻ വന്നോണ്ട് കുറച്ച് ഡെവലപ്പായിട്ടുണ്ട്. ശ്യാമേട്ടാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. ഓ പിന്നെന്താ, പോലോ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, ഇവരാദ്യമായിട്ട് വന്നതല്ലേ, ഇവർ കുറച്ചു തരം ഇരിക്കട്ടെ. അതൊന്നും സാരില്ല ആൻറ്റി, ഇനിയും വരാലോ. ശ്യാമേട്ടാ വാ, ഇറങ്ങി വാ. വാ ശ്യാമേട്ടാ, വാന്നേ. വാ ശ്യാമേട്ടാ. വേണ്ട വേണ്ട സുധി വേണ്ട. ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? അതൊന്നും കുഴപ്പമില്ല. വാ വന്നേ. വേണ്ട വേണ്ട ശ്യാമേട്ടാ വേണ്ട വേണ്ട. പിടിച്ചോ. കൈതാ. ആ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. പതുക്കെ പതുക്കെ പതുക്കെ. ശ്യാമേട്ടാ, ശ്യാമേട്ടാ, എന്ത് പറ്റി? കാലോ? അർജുൻ, അർജുൻ. ശ്യാമേട്ടാ, നമുക്ക് ഡോക്ടറെ കാണിക്കണം. തോലനി മുത്തി, എൻ്റെ മോനെ കാത്തോളണേ. വൈദ്യരെ, എൻ്റെ മോന് ഗുണമാകുമല്ലോ അല്ലേ? പരാശ്രയമില്ലാതെ ഇയാളെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാം. എന്താ പോരെ? മതി, അത് മതി. സുന്ദരാ, ഇതിങ്ങോട്ട് കൊണ്ടുവരാ. പത്യം നോക്കണം. എണ്ണയും കുഴമ്പും ചേർത്തി തരാം. ശ്യാമേട്ടാ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി രമണീയമായ മുപ്പുഴക്കാട്ടിലെ ഒരു ഗുഹയിലാണ്. അതിനു മുമ്പേ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. നമ്മുടെ ശ്യാമേട്ടന് ഇപ്പോൾ ആയുർവേദ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റമുണ്ട്. ഇന്നേക്ക് 32 ദിവസം കഴിഞ്ഞ് വീൽ ചെയർ വിട്ട് ആളിപ്പോൾ വാക്കർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുഹ മഹാശിലയുഗ കാലത്ത് ഗുഹാമനുഷ്യർമാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. 3 പുഴകളുടെ സംഗമമാണ് ഈ മുപ്പുഴ. ഇവിടെ കൃഷി ചെയ്തിരുന്ന ഗുഹാമനുഷ്യർ ഈ ഗുഹയിൽ കുടുംബമായി താമസിച്ചിരുന്നു. അവർ ഉപയോഗിച്ച കല്ലുകൊണ്ടുള്ള കട്ടിൽ, വിളക്കുകല്ല്, നന്നങ്ങാടികൾ തുടങ്ങിയ നിരവധി സംഭവങ്ങൾ ഇവിടെയുണ്ട്. ശ്യാമേട്ടാ, നമ്മുടെ യൂട്യൂബ് ചാനൽ വെച്ച് കയറാണല്ലോ. ശ്യാമേട്ടനല്ലേ ആള്, 50K ഫോളോവേഴ്സ്. സുധിയാണ് എല്ലാം, ഞാൻ വെറും മീഡിയ മാത്രം. സുധി വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ്സും ഡെവലപ്പായി, വരുമാനമായി. സുധി ശ്യാമേട്ടൻ്റെ ഒരു ഭാഗ്യധാരാണ് കേട്ടോ. എല്ലാം ശ്യാമേട്ടൻ തന്നെയാ. നമ്മൾ ശ്യാമേട്ടൻ പറയുന്ന പണി ചെയ്യുന്നു, അത്ര തന്നെ. ഉച്ചലിന് സമയമായിട്ടോ, വന്നോളാ. കഷായം നല്ല കയപ്പാണ്. കുടിക്ക്, എത്രയും പെട്ടെന്ന് നടക്കണ്ടേ? പോവാ.
ഇപ്പം 45 ദിവസം കഴിഞ്ഞു. ആളൊന്നും ഉഷാറായല്ലോ. ഇനി 7 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. ഇപ്പം നല്ല വെയിലാ. എന്നാ അകത്തേക്ക് കയറിക്കോളൂ. എടാ നീ ഒന്ന് പിടിച്ചു, ഒരു മിനിറ്റ്. അവിടേക്ക് എടാ ഇവൻ ആരോടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണേ? അറിയില്ല, ഇപ്പോൾ കുറച്ചായി തുടങ്ങിയിട്ട്. ഫുൾ ടൈം ഇപ്പോൾ ഫോണിലാണ്. ഓഫീസിൻ്റെ കാര്യങ്ങളിപ്പോൾ ഒരു ശ്രദ്ധയില്ല. കുറച്ച് കാലം ഈ ഒലിപ്പിക്കൽ തുടങ്ങിയിട്ട്. ആരാണോ എന്തോ. ഹലോ. ഹലോ, സുധിയില്ലേ? ഇല്ലല്ലോ മോനെ. എവിടെ പോയിരിക്കുക? അവൻ നീതുവിന്റെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. നീതുവോ? അതാരാ? എന്റെ ആങ്ങളുടെ മോളാ. ഓ ശരി അമ്മ. എന്താ ശ്യാമേ? കുറേ നേരമായി നമ്മളിങ്ങനെ ഇരിക്കുന്നു. നീ കാര്യം പറ. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നീ കാര്യം പറ. ശ്യാമേട്ടനുമായിട്ടുള്ള എൻ്റെ ബന്ധം നിനക്കറിയോ? അറിയാം. അതിനിപ്പോൾ എന്ത് പറ്റി? അതല്ല, എൻ്റെ അമ്മാവൻ്റെ മകൾ നീതുമായിട്ടുള്ള ഒരു ബന്ധം എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഒന്ന് ആലോചിക്കുന്നുണ്ട്. ആഹാ, അവർ നല്ല കാര്യമല്ലേ? നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ശ്യാമേട്ടനുമായിട്ടുള്ള ഒരു ജീവിതവും ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്താ മണ്ടത്തര സുധി പറയണേ? നമ്മുടെ സമൂഹം അത് അംഗീകരിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? പക്ഷേ നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ. സുധി, നീ സ്വയം വിഡ്ഢിയായിട്ട് ജീവിതം നശിപ്പിക്കരുത്. പ്രാക്ടിക്കലായി ചിന്തിക്കടാ. സ്നേഹബന്ധം വേറെ, ജീവിതം വേറെ. പക്ഷെ ശ്യാമേട്ടനെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. നല്ലൊരു ജീവിതം നിനക്കുണ്ട്, അത് നീ നശിപ്പിക്കരുത്. നീ ധൈര്യമായിട്ട് പോടാ, എല്ലാം ശരിയാവും. ശ്യാമേട്ടനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. സുധി, ഇന്ന് ശരിയാണെന്ന് പറയുന്ന ഈ സമൂഹം തന്നെ നാളെ ശരിയല്ല എന്നും പറയും. അത് നീ മറക്കണ്ട. മോനെ, വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മോനെ, നിനക്ക് എന്ത് പറ്റി മോനെ? ഡാ
അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടിയെ നിനക്ക്? മോനെ മടിയിലൊന്ന് കിടന്നോട്ടെ. എന്താടാ മോനെ? മോനെ ഇങ്ങനെ കരയാതടാ. എല്ലാം അമ്മയ്ക്ക് അറിയാം മോനെ. നിങ്ങളുടെ സന്തോഷമാണ് അമ്മയ്ക്ക് ഏറ്റവും വലുത്. മോനെ അവന് സമ്മതമാണെങ്കിൽ അവനെ കൊണ്ടുവരാൻ അമ്മ എന്നേ തയ്യാറാണ് കുട്ടിയെ. കരയല്ലടാ മോനെ, ഒക്കെ ശരിയാവൂടാ മോനെ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെ കൊറേ ജോലിക്ക് വരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് റിപ്ലൈ ഇല്ല. ഇതൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? എനിക്ക് ഭ്രാന്ത് പിടിക്കണം. എന്തെങ്കിലും ഒന്ന് പറ. നമുക്കിത് ശരിയാവില്ല ശ്യാമേട്ടാ. എന്തപ്പോ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പെട്ടെന്നൊന്നുമല്ല, ഞാൻ ഒരുപാട് ആലോചിച്ചാ. എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. ഇത് ശരിയാവില്ല എന്ന് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയില്ല. ഇനി ഞാൻ ജോലിക്ക് വരുന്നില്ല. ഇനി എന്നെ വിളിക്കരുത്. സുധി, പതിയെയും പുലരികൾ തഴുകുവാൻ തെന്നലായി വന്നു നീ. ഇളവയിൽ ശലഭമായി ചിറകുകൾ കുടയും നെന്നിൽ നീ. കനവിലെ ചായങ്ങൾ ചാലിച്ച പൂക്കാലമേ, കവിതകൾ മോഹങ്ങൾ തേടുന്ന ഭാവങ്ങൾ നീ. പതിയെയും പുലരികൾ തഴുകുവാൻ തെന്നലായി വന്നു നീ. ഇളവയിൽ ശലഭമായി ചിറകുകൾ കുടയും നെന്നിൽ നീ. വിരൽ തുമ്പു കോർക്കുന്ന നേരങ്ങളിൽ കരിവളമൂഴുന്ന പാട്ടിൻ്റെ ഈണങ്ങളിൽ നീ ഒരു മാലാഖയായി ചിരിപ്പൂമാരിയായി. ഇനി തീരാത്ത തോരാത്ത സ്വപ്നങ്ങളായി നാം പറന്നങ്ങു പോയി, പ്രപഞ്ചം തീർന്നങ്ങു പോയി. ഇതുവരെ ആരാരും കാണാത്ത ലോകങ്ങളിൽ പുതിയൊരു താഴ്വാരം ചേരുന്ന
നേരങ്ങളിൽ തേടുന്നു നാം രണ്ടു പേർ പുതുസംഗീതമായി. അതിലാരാധ്യമാലോല മോഹങ്ങളായി ഞാൻ രാഗങ്ങളായി നീയോ മൗനങ്ങളാ. പതിയെൻ പുലരികൾ തഴുകുവാൻ തെന്നലായി വന്നു നീ. ഇളവയിൽ ശലഭമായി ചിറകുകൾ കുടയും നിന്നിൽ നീ. കനവിലെ ചായങ്ങൾ ചാലിച്ച പൂക്കാലമേ കവിതകൾ മോഹങ്ങൾ തേടുന്ന ഭാവങ്ങൾ നീ. പതിയെൻ പുലരികൾ തഴുകുവാൻ തെന്നലായി വന്നു നീ. ഇളവയിൽ ശലഭമായി ചിറകുകൾ കുടയും നിന്നിൽ നീ. ശ്യാമേട്ടാ, മോനെ ഇരിക്കും. അല്ല, ആൾ ഉഷാറായല്ലോ. സുധിയല്ലേ? തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാണ് ശ്യാമിനെ കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിപ്പിച്ച്. താൻ വന്നേ പിന്നെ ശ്യാമിനൊരു മാറ്റം കാണുന്നുണ്ട്. പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്കൊന്നാകാൻ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾക്കിനി ഒരുമിച്ച് ജീവിക്കാം. ഒരാൾക്കും നിങ്ങളെ തടയാനാവില്ല. ഇനി ഒരിക്കലും ഒരു കടുങ്കൈ ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ജീവിതം ജീവിച്ച് തന്നെ തീർക്കണം. ഭയപ്പെട്ട് വേണ്ടാന്ന് വയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ്. അത് മറക്കരുത്. സ്വവർഗ അനുരാഗം കുറ്റകരമല്ല എന്നുള്ള വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആ ഒരു ബെഞ്ചിലും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ വിഷയം കേൾക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. 5 അംഗ ബെഞ്ചാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ കേസ് എടുത്ത സമയത്ത് കേന്ദ്ര സർക്കാർ ആദ്യം ഇതിനെ എതിർത്തിരുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, ഭരണപരമായി ഈ വിഷയം കേൾക്കണം, പരിഹരിക്കണം എന്നുള്ള നിലപാടിലേക്ക് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. വിട ചൊല്ലിപ്പോകുന്ന അസ്തമയ സൂര്യനെ പോലെ നാളെ നീ
എന്നിലേക്കു തന്നെ ചേരുമെന്നൊരു നാൾ. ഋതുഭേദങ്ങൾ മാറി മറഞ്ഞാലും എന്നിലെ നീ എന്ന പോലെ നിന്നിൽ ഞാനുണ്ടാകുമെന്ന് കൊതിച്ച് നിനക്കായി കാലാന്തരങ്ങളായി കാത്തിരിക്കുന്നു ഞാൻ, കാലാന്തരങ്ങളായി കാത്തിരിക്കുന്നു. കിച്ചുട്ടാ, നീ റെഡിയായോ? അമ്മേ, ഞാൻ ഇറങ്ങാണ്. മോളെ, അമ്മയുടെ മരുന്ന് കഴിഞ്ഞോ? വൈകിട്ട് വരുമ്പോ വാങ്ങിക്കൊണ്ട് വരണേ. ആ, ഓക്കേ, കൊണ്ടുവരാം. ഭക്ഷണമൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. നേരത്തിനെടുത്ത് കഴിക്കണേ. വേണ്ടച്ചാ, പോവച്ചാ, സമയച്ചാ, മതിയച്ചോ. ആ കാണിച്ചേ. ആ കിച്ചുട്ടാ, നീ വാട്ടർ ബോട്ടിൽ പറഞ്ഞു. ബൈ ബൈ. കഴിക്കാൻ എന്താ വേണ്ടേ? എന്താ ഉള്ളേ? ദോശയില്ലേ? ദോശ മതി. സാറിന്ന് നേരത്തെയാണല്ലോ. ആ, നേരത്തെ ഇറങ്ങി. സാറേ, പതിവ് പോലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? കിച്ചുട്ടിന് സ്കൂളിലുകൊണ്ട് നേരത്തെ ഇറങ്ങി. അതാ പറഞ്ഞ ഒരു കല്യാണം കഴിക്കാൻ. എത്രയാപ്പോ? 32. ഓക്കെ, ശരി. എന്താടി നീയാണ് അറിയൂ? എനിക്കൊരു സംശയം. അത് പണ്ടെന്റെ കൂടെ പഠിച്ച രാജേഷ് ഏട്ടനാണോന്ന്. ഓ പിന്നെ, ഒരാളെ പോലെ എത്ര പേരിരിക്കും? അത് നിന്റെ തോന്നലായിരിക്കും. സാറകത്തുണ്ട്. ഓക്കെ സർ. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട അവസാന ദിവസം എന്നാണ്? അറിയാം മധുവേട്ടാ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പ്രിന്റ് എടുത്താൽ മതി. ആ,
ഇതിന്ന് തന്നെ തഹസിൽദാർക്ക് കൊണ്ട് കൊടുക്ക്. താങ്ക് യു സർ. ആ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടാ. ഇന്നും ഉച്ചയൂണ് ക്യാൻറ്റീൻ തന്നെയാണോ സാറേ? എല്ലാത്തിനും കൂടി സമയം തികയണ്ടേ? സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു സെർവൻറ്റിനെ വെച്ചൂടെ? കിട്ടുന്ന സാലറി തന്നെ ചിലവിന് തികയണില്ല, അപ്പോഴാണ്. പിന്നെ തനിക്കറിയാലോ ഞാൻ മറ്റുള്ളവരെ പോലെ കിമ്പളം പിടിക്കുന്ന ആളല്ലെന്ന്. ഇതെന്താ കിഷോറെ പഠിക്കാതെ വന്നേ? ഇതെന്താ പഠിച്ചില്ല? സ്റ്റാൻഡ് അപ്പ്, കം കം ഹിയർ. പഠിച്ചിട്ടില്ല അല്ലേ? എന്തേ പഠിച്ചില്ല? വീട്ടിലെ അമ്മയില്ല ടീച്ചർ. അമ്മ എവിടെ പോയി? ഗൾഫിലാ. ശരി, പോയിരിക്കും. സർ, ജാതി സർട്ടിഫിക്കറ്റ് ഇന്നും ലഭിച്ചില്ലെങ്കിൽ സ്കോളർഷിപ്പ് നഷ്ടമാവും. പ്ലീസ് സർ. അഭിലാഷ്. സർ. എന്താ അഭിലാഷ് സാറേ, ഇത് അപേക്ഷ കറക്റ്റാണല്ലോ. ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ജാതി വേറെ വേറെയാണ് സാറേ. അച്ഛനാണെങ്കിൽ തമിഴ്നാട്ടുകാരനും. സർ, അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് 10 കൊല്ലമായി സർ. എനിക്ക് അമ്മയുടെ ജാതി സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. സാർ, ഇത് തഹസിൽദാർക്ക് അയക്കാനുള്ള ഫയലാണ് സാർ. അതിന് അമ്മയും അച്ഛനും ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലല്ലോ. അച്ഛൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ. അല്ല അഭിലാഷ് സാറേ, അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ അമ്മയുടെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വ്യവസ്ഥയുണ്ട്. മോളൊരു കാര്യം ചെയ്യും, വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം കൊണ്ടുപോവാം. ഇത്ര വർഷമായി അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം നമുക്ക് വഴിയുണ്ടാക്കാം. സാർ, ഇതെല്ലാം ഇനി വീട്ടിൽ കൊണ്ടുപോയി വരുമ്പോഴേക്കും വൈകും സാർ. വേറെ വഴിയില്ല മോളെ, എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ, ഞാൻ ശരിയാക്കാം. ആ ടേബിളിൽ ഫയലൊക്കെ ഒന്ന് ഒതുക്കണേ, ഇനിയും വൈകാൻ മോൻ പിണങ്ങും, അതുകൊണ്ടാ. ശരി, ഓക്കെ. അല്ല, ഈ രാജേഷ് സാറേ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് എത്ര കാലം എന്ന് വെച്ചിട്ടാ? അരുന്ധതിക്ക് നോട്ടുണ്ടോ? ഓ, ഒന്ന് പോ സാറേ. മോൻ ഇയാൾ ഉപേക്ഷിച്ചിട്ട് ഭാര്യ ആരുടെ കൂടെ പോയെന്ന് കേട്ടത്? ഇപ്പൊ ഒറ്റപ്പാലത്തോ മറ്റോ വേറൊരുത്തന്റെ കൂടെയാണെന്നാ ഞാൻ കേട്ടത്. ഭാര്യ ഗൾഫിലാണെന്നാണല്ലോ സാർ പറഞ്ഞത്. അത് പിന്നെ ഭാര്യ വേറൊരുത്തണ്ട് ഓടിപ്പോയെന്ന് പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ? ഓണം വന്നു തിരുവോണം, തുമ്പ ചിരിക്കും പൊന്നോണം, പൂവിളി കേൾക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം. ഷൂട്ടിട്ടില്ലല്ലേ? നമ്മുടെ സ്കൂളിനൊരു ഡിസിപ്ലിനൊക്കെ ഉണ്ട്. ഗവൺമെൻറ് സ്കൂളാണെന്ന് കരുതി തോന്നിയ പോലെ വരരുത് കേട്ടോ മോനെ. സാർ, സോക്സ് മഴയത്ത് നനഞ്ഞു, ഉണങ്ങാത്തോണ്ടാണ് സാർ. ഇങ്ങനെ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞു വരരുത് കേട്ടോ. നാളെ കൃത്യമായിട്ട് ഷൂസും ബെൽറ്റൊക്കെ ഇട്ട് വരണം. പോയിക്കോ. ടീച്ചറെ, കിഷോറും ഇന്ന് ബെൽറ്റും ഷൂസൊന്നും ഇട്ടിട്ടില്ല അല്ലേ? എന്ത് പറ്റി മോനെ? സോറി സാർ, നാളെ ഇടാം. അങ്ങനെ എക്സ്ക്യൂസ് ഒന്നും പറയരുത് മോനെ. ഇതൊന്നും നോക്കാൻ നിന്റെ വീട്ടിൽ അമ്മയില്ലേ? എനിക്ക് അമ്മയില്ല സാർ, അച്ഛനേ ഉള്ളൂ. ആ, എന്നാൽ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. താനിപ്പോൾ തൽക്കാലം പോയിക്കോ. ആ ടീച്ചർ ഏതാ അവിടെ? അവരോട് ഇങ്ങോട്ട് വരാം. ശരി മാഷേ. നമസ്കാരം മാഷേ. വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. മിഥുൻ്റെ ഫാദറാണല്ലേ? ആ മാഷേ. നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. എന്താ മാഷേ, ഇവൻ വീണ്ടും വല്ല വികൃതിയും കാണിച്ച? എന്താണെന്ന് നീ തന്നെ പറ. സാറേ, ഞാനൊന്നും കാട്ടിയില്ല. കിഷോർ എന്നെ ഉന്തിട്ടത്. അതിനു മുമ്പ് നീയൊന്നും ചെയ്തില്ല കേട്ടോ മാധവ. തൻ്റെ മോൻ കുട്ടികൾ ഉപദ്രവിക്കുകയും നിറയെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആണോ മാഷേ? എന്നാ പിന്നെ നല്ല അടി വെച്ച് കൊടുക്കണം. മാധവ, കുട്ടികളെ പഴയ പോലൊന്നും അധ്യാപകർക്ക് അടിക്കാൻ പറ്റില്ല. നെയ്യുമൊക്കെ ആകെ മാറിയില്ലേ? നമുക്ക് വേണ്ടി ഉപദേശിക്കാം, അത്രമാത്രം. പിന്നെ ഞാൻ വിളിപ്പിച്ചത് അതിന് മാത്രമല്ല. ഈ കുട്ടികൾ ചീത്ത കുട്ടികളായി മാറുന്നത് വീട്ടിലെയും സമൂഹത്തിലെയും ആളുകളുടെ പെരുമാറ്റ രീതി കൊണ്ടാണ്. അതവരെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ കുടിച്ചു വന്ന് എപ്പോഴും എന്നും ബഹളും കുഴപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ, അല്ല നിങ്ങളെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. അതുകൊണ്ട് തിരുത്തേണ്ടത് നിങ്ങളാണ്. മനസ്സിലായോ? അത് പിന്നെ മാഷേ, ഞാൻ ഈ പാടത്തും പറമ്പത്തും കരിങ്കൽ കോറിയിലെല്ലാം പണിയെടുത്ത് തിരിച്ചു വരുമ്പോൾ ശരീരം മൊത്തം വേദന.
അതുകൊണ്ട് വേദന മാറ്റാൻ 2 അടിച്ചിട്ട് വരും. അത്രേ ഉള്ളൂ സാർ. നിങ്ങളോട് ആരാ പറഞ്ഞ മദ്യപിച്ച ശരീരവേദനയൊക്കെ മാറുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രികളൊക്കെ പൂട്ടിയിട്ട് നിറയെ ബീവറേജസിൻ്റെ ഓരോ ഷോപ്പ് അങ്ങോട്ട് തുറന്നാൽ പോരെ? വല്ലപ്പോഴായാലും ദിവസമായാലും നിങ്ങളുടെ ഈ കുടി ഈ കുട്ടിയെ കൂടി ബാധിക്കുന്നുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് വീട്ടിലെ കുട്ടികളുടെ ജീവിത രീതി നന്നാവണമെങ്കിൽ മാതാപിതാക്കളുടെ സ്വഭാവം നന്നാവണം, മനസ്സിലായോ? ഇന്നലെ വില്ലേജ് ഓഫീസർ രാജേഷിൻ്റെ മകനെ നിങ്ങളുടെ മകൻ ബാത്റൂമിൽ വെച്ച് ഡ്രസ്സെല്ലാം വലിച്ചു കയറി താഴെയിട്ടു. അവനെ കളിയാക്കി അല്ലടോ? ഇല്ല സാറേ. നല്ല അടി വെച്ച് കൊടുക്കേണ്ട കേസാണ്. പക്ഷേ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മാധവ, ഇനി നമ്മുടെ കുഞ്ഞിതുപോലെ ആവർത്തിച്ച സ്കൂളിൽ നിന്ന് TC തന്ന് വിടേണ്ടി വരും. ഇനി ആവർത്തിക്കാതെ നോക്കാം. അതുമാത്രമല്ല, ഇനി ഞാനും കുറച്ച് നന്നായി നടന്നോളാം. വെരി ഗുഡ്. സാറിനോട് സോറി പറയടാ. സോറി എന്നോടല്ല പറയേണ്ടത്, കിഷോറിനോടാണ്. ക്ലാസ്സിൽ പോയിട്ടേ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചിട്ടേ അച്ഛനും അവനോടൊന്ന് പോകാൻ പാടുള്ളൂ. ശരി മാഷ്. ശരി, പോയിക്കൊള്ളൂ. ഓ, ഇന്ന് ലേറ്റ് ആകുന്നാ തോന്നുന്നത്. ഇന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റ് വായിലുള്ളത് കേൾക്കേണ്ടി വരും. കിച്ചുട്ടാ, ഇന്നെന്താ ഒരു ഗൗരവം? എന്താടാ? സത്യത്തിൽ എൻ്റെ അമ്മ എവിടെയാ? മോൻ്റെ അമ്മ ഗൾഫിലല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? അച്ഛൻ കള്ളം പറയുവാ. നീ വന്നേ, നമുക്ക് പോകാം. ഈ ബാഗ് കിട്ട. കുട്ടികൾ ഇന്നും എന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറഞ്ഞ് കളിയാക്കി അച്ഛാ. എൻ്റെ മോൻ ടെസ്റ്റ് ട്യൂബ് ശിശു ഒന്നല്ല, അമ്മയ്ക്ക് ലീവ് കിട്ടാത്തതുകൊണ്ടല്ലേ. വാ പോവാം. അച്ഛാ, നാളെ തന്നെ അമ്മയെ വരാൻ പറയൂ. പിന്നെന്താ, നാളെ തന്നെ വിളിച്ചു പറയാം. സ്കൂളിലുള്ള എല്ലാവർക്കും അമ്മയെ കാണിക്കണം. കാണിക്കാം കേട്ടാ. കഴിച്ചേ. പിണക്കം മാറിയൊക്കെ ചുട്ടാ. മോൻ അച്ഛനില്ലേ? അച്ഛൻ മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ? പിന്നെന്തിനാ അമ്മ? അച്ഛാ, സജിൻ്റെയും മിന്നുവിൻ്റെയും സുഹൈലിൻ്റെയും ഒക്കെ അമ്മയാണ് സ്കൂളിൽ കൊണ്ടാക്കണത്. പക്ഷേ എനിക്ക് മാത്രം അമ്മയില്ല. കിച്ചുട്ടന് എന്ത് വിഷമമുണ്ടെന്നറിയോ? മോൻ വിഷമിക്കണ്ട കേട്ടോ, അമ്മയെ നമുക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം. നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? പോവാം. നിന്റെ ആള് വീണ്ടും വന്നല്ലോ. എന്താ വേണ്ടേ സർ? ഒരു ചായ. ചേട്ടനോ? ഒരു പഴംപൊരി. ഇയാള് എന്താ? ഒന്നുമില്ല. എന്താ സാറേ ഇവിടെ പതിവില്ലാത്തൊരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? ചുറ്റിക്കളിയാ സാറേ, ചൂടുള്ള പഴംപൊരി ഉണ്ട്, എടുക്കട്ടെ? ഒരു പഴംപൊരി എടുത്തോ. ഇങ്ങനെ പോയാൽ ഒരുപാട് പഴംപൊരി ചെലവാകും. എന്നാ ശരി, ഞാൻ പോകും. ഈ പോക്ക് അത്ര ശരിയല്ല മോളെ. ഇതാ ബാക്കി.
എന്താ എന്താ സർ? എന്താ തൻ്റെ പേര്? സിനി. എന്താ സർ? ഒന്നുമില്ല, തന്നെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടതുപോലെ. എന്നെ മറന്നൂല്ലേ? ഞാൻ സുനിൽ, 8B-യിലെ ആ പഴയ സുനിൽ. സുനിൽ? ആ പഴയ 8ാം ക്ലാസ് ബിയിലെ സുനിൽ. സുനി. നമ്മൾ വീട്ടിലേക്ക്. ഈ വഴിയും പോകാം. ഹായ്. ഹലോ. ഹായ്. ചേട്ടൻ എന്താ ഈ വഴി? ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. അതെയോ? ഈ വഴിയാണോ പോകുന്നത്? ചിലപ്പോ ഈ വഴിയും പോവാറുണ്ട്. അതെ. ആ കിച്ചൂട്ടനല്ലേ ഇത്? കിച്ചൂട്ടൻ എന്നെ മനസ്സിലായോ? അച്ഛന്റെ പഴയ ഫ്രണ്ടാ. എനിക്ക് കിച്ചൂട്ടനെ ഒത്തിരി ഇഷ്ടായി. ആന്റി ഇഷ്ടായോ? ആന്റിയുടെ വീട് എവിടെയാ? ദേ ഇവിടെ അടുത്ത് തന്നെ. പോരണോ? പിന്നെ ഒരു ദിവസം വരാം. ഓക്കെ, ഞങ്ങൾ പോട്ടെ എന്നാ. ശരി. ടാറ്റാ. സൂര്യ പിന്നെ കണ്ടിട്ടേ ഇല്ല? ഇല്ല, കാണണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇനി എൻ്റെ ലോകം കിച്ചുട്ടനാണ്. ഇപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയുമെല്ലാം ഞാനല്ലേ. ഞാനെന്നല്ല, ഇനി നമ്മളെന്ന് പറയൂ. പാവം, ഗൾഫിൽ പോയ അമ്മ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന പ്രതീക്ഷയിലാണ് എൻ്റെ മോൻ. സൂര്യയുടെ പൂർണ്ണ സമ്മതത്തോടെയല്ലേ ഈ വിവാഹം നടന്നത്? ഞാൻ ഗൾഫിൽ നിന്നും ലീവിന് വന്ന സമയത്തായിരുന്നു വിവാഹം. മാമനും അമ്മയും കൂടി ഞാൻ നാട്ടിൽ വരുന്നതിന് മുമ്പേ പെണ്ണ് കണ്ടുറപ്പിച്ചിരുന്നു. അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ളതാ. ഫോട്ടോ മാത്രം കണ്ടിരുന്നു. 1-2 തവണ ഫോണിൽ സംസാരിച്ചിരുന്നു. സൂര്യ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ലീവ് കുറവായതിനാൽ ഞാൻ അവളെ പറ്റി കൂടുതൽ അന്വേഷിക്കാനും പോയില്ല. ഏതോ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. വിവാഹശേഷം വീട്ടിലെല്ലാവരോടും വളരെ സ്നേഹത്തോടെ ആയിരുന്നു സൂര്യ പെരുമാറിയിരുന്നത്. എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കിടപ്പറയിൽ ഒരു അന്യനോട് പെരുമാറുന്നത് പോലെയായിരുന്നു എന്നോട്. കിച്ചുടൻ ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേർപിരിഞ്ഞു. മോനെ നോക്കാൻ വേണ്ടി ഗൾഫിലെ ജോലിയൊക്കെ മതിയാക്കി ഞാൻ നാട്ടിൽ സെറ്റിലായി. PSC എഴുതി വില്ലേജ് ക്ലർക്കായി നാട്ടിൽ ജോലിയും കിട്ടി. ഇപ്പോൾ വില്ലേജ് ഓഫീസറുമായി. എന്നാലും സുനിൽ സിനിയായത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വിശ്വസിക്കാൻ കഴിയാത്തത് എന്തൊക്കെ ഈ ലോകത്തുണ്ട്. ആരും അത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നേ ഉള്ളൂ. +2-ന് വേറെ സ്കൂൾ പോയതോടെ ആരെയും കാണാറില്ല. പിന്നീട് ഞാൻ സുനിലിനെ അന്വേഷിച്ചപ്പോൾ വീട്ടിലെന്തോ പ്രശ്നം കാരണം നാട് വിട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും ഞാൻ എന്നും ഓർക്കാറുണ്ട് എൻ്റെ പഴയ കളിക്കൂട്ടുകാരൻ സുനിലിനെ. ഇന്ന് അവൻ അവളായി എൻ്റെ കൺമുമ്പിൽ വന്നു നിൽക്കുന്നു. ഞാൻ പോട്ടെ, നേരെ ഒരുപാടായി. ഇനിയും കാണാലോ. കാണാം. അച്ഛാ, സിനാന്റിയെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാലോ? എന്താ പറഞ്ഞേ? സിനാന്റിയെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാലോന്ന്.
പക്ഷേ സിനി ആൻറ്റി ഭാര്യ പോയതിന് ശേഷം ഞാൻ ഒരുപാട് അനുഭവിച്ചു. പക്ഷേ നമ്മുടെ സമൂഹം 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 എന്താ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ? ഞങ്ങളും മനുഷ്യരല്ലേ? സിനിയെ വേദനിപ്പിക്കാനല്ല ഞാനിത് പറഞ്ഞത്. ആരൊക്കെ എതിർത്താലും ഞാനും കിച്ചുട്ടിനും അത് തീരുമാനിച്ചു കഴിഞ്ഞു. രാജേഷേട്ടാ, ഞങ്ങൾക്കൊരമ്മയുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മ. നമുക്ക് അമ്മയെ കാണാൻ പോവാം. അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ രാജേഷേട്ടൻ. വരൂ മക്കളെ. മോനിരിക്കൂ. മോളകത്ത് പോയി ചായ കൊണ്ടുപോവാ. ശരി അമ്മേ. മോന് സുഖം തന്നെയല്ലേ? ആ, സുഖം. അമ്മയെക്കുറിച്ച് സിനി എപ്പോഴും പറയാറുണ്ട്. മോനെ ഞാൻ കണ്ടിട്ടെന്നേ ഉള്ളൂ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയമുള്ളതും കിച്ചൂട്ടിനെ പറ്റിയും അങ്ങനെ എല്ലാം. അമ്മ മുഖവരയില്ലാതെ പറയട്ടെ, രാജേഷിന്റെ തീരുമാനം ഉറച്ചതാണോ? അതെ അമ്മേ, സിനിയെ എനിക്കറിയാം. സിനിക്ക് മുമ്പുള്ള സുനിലിനെ എനിക്കറിയാം. ഞങ്ങൾ പണ്ടേ ഇഷ്ടത്തിലായിരുന്നു, അല്ലേ സിനി? എനിക്ക് രാജേഷേട്ടന് ഇഷ്ടം തന്നെയാ, പക്ഷേ വിവാഹം അത് അമ്മ തീരുമാനിക്കട്ടെ. രാജേഷ്, ഒരു ട്രാൻസ്ജെൻഡറിനെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അറിയാമേ, ഞാൻ എന്നെ തന്നെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹമോ കുടുംബക്കാരോ എന്തും വിചാരിക്കട്ടെ, എനിക്ക് സിനി മതി, എൻ്റെ മകനും. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. ഒക്കെ ശരി തന്നെ, പക്ഷേ വളരെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഞങ്ങളെ രീതികളും ഞങ്ങളെ ചടങ്ങുകളും എല്ലാം മനസ്സിലാക്കണം. ഞങ്ങളോടൊത്ത് ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ പലതും എല്ലാം എനിക്ക് സിനി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ വിവാഹം നടക്കണമെങ്കിൽ, നിയമപരമായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ SRS സർജറി ചെയ്ത് സ്ത്രീയാകണം. അതിനൊക്കെ വലിയ പണച്ചിലവാകും. കൂടാതെ ജീവന് തന്നെ ഭീഷണിയാണ്. ഇന്ത്യയിൽ ഇനിയും LGBT വിവാഹം അനുവദിച്ചിട്ടില്ല, അറിയാലോ? സർജറി അത് വേണോ? എനിക്ക് സിനിയെ ഇങ്ങനെ തന്നെ സ്വീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സിനി സ്ത്രീയാകണമെന്ന് നിർബന്ധമുണ്ടോ? ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ ഇന്ത്യയിൽ നിയമമുണ്ടല്ലോ. അല്ല, എനിക്ക് രാജേഷേട്ടൻ്റെ പൂർണ്ണമായ ഭാര്യയായിരിക്കാനാണ് ഇഷ്ടം, എല്ലാ അർത്ഥത്തിലും. അതിന് സർജറിക്ക് ഞാൻ ഒരുക്കാണ്. ഒരു ട്രാൻസ് വുമനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും സ്ത്രീ ആവുക എന്നത് അവളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിരവധി കുട്ടികൾക്ക് സർജറിക്ക് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലൊരു പൂർണ്ണ സർജറി ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ വളരെ റെയറാണ്. പാലക്കാട് എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ പ്രിയ. ഞാൻ നമ്പർ തരാം, നിങ്ങൾ നേരിട്ട് വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് വാങ്ങും. ശരി അമ്മേ, ഞങ്ങൾ പോയി കാണാം. എന്നാൽ പിന്നെ സർജറി എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കല്യാണം അമ്മ ഭംഗിയായി നടത്തിത്തരാം. പാമ്പെടുത്തി അമ്മ. ജിയോ ബേട്ടാ ജിയോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മ, കിച്ചണിൻ്റെ സ്കൂൾ വിട്ട് കാണും. സിനി, ഞാൻ ഇറങ്ങാണേ. ഞാനിന്നിവിടെ നിൽക്കുക, ഞായറാഴ്ച വരാം. ഓക്കെ, ശരി. മാഡം, ഞാൻ രാജേഷ്, വില്ലേജ് ഓഫീസറാണ്. ഇത് സിനി. ഞാൻ സിനിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഗുഡ്. ആട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സിനിയെ പരിചയപ്പെടുന്ന സമയത്ത് സിനി സുനിലായിരുന്നു. ഡോക്ടർ, എനിക്ക് SRS ചെയ്യാൻ ആഗ്രഹമുണ്ട്. മിസ്റ്റർ രാജേഷ്, സിനിയെ പോലുള്ളൊരു യുവതിയെ ഭാര്യയായി സ്വീകരിക്കാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ നിസ്സാര കാര്യമല്ല ഈ സർജറി എന്ന് പറയുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷൻസും പ്രൊസീജിയേഴ്സും ഉണ്ട്. ഒരാൾ പുരുഷനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്ത്രീ അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവർക്ക് അതുമായി ശാരീരികമായി പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ആ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ മെയിലായിട്ടുള്ള ഒരാൾ ഫീമെയിലിലേക്ക് മാറുമ്പോൾ ഫീമെയിൽ ഹോർമോണുകളാണ് ഉണ്ടാകേണ്ടത്. അതിന് ഈസ്ട്രജൻ ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇതൊരു ലോങ് ടേം പ്രോസസ്സിംഗ് ആണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് SRS നടത്തുന്നത്. ഇതിനെല്ലാം സൈഡ് എഫക്ട്സും ഉണ്ടാകാം. ഇതെല്ലാം മനസ്സിലാക്കി വന്നാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മാഡം.
ഒരു കംപ്ലീറ്റ് വുമൺ എന്നത് എൻ്റെ ലക്ഷ്യമാണ്. മോളെ വാ, മരുന്ന് കഴിക്കാൻ സമയമായി. രാജേഷ് വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ മോളെ. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അമ്മേ. ദൂരം കുറേ ഉണ്ടല്ലോ. അവർ വന്നു തോന്നുന്നു മോളെ. മോൾ ഇവിടെ ഇരിക്കേ, ഞാൻ നോക്കിയിട്ട് വരാം. ഹാ, മക്കള് വന്നോ? അവളോട് ഇരിപ്പുണ്ട്. മോനോട്ടോ സുഖമാണോടാ? അങ്ങനെ സിനിയുടെ പെണ്ണാവുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇനി ഒരു പൂർണ്ണ സ്ത്രീയായി തന്നെ നിനക്ക് അവളെ സ്വീകരിക്കാം. ചടങ്ങുകളെല്ലാം ലളിതമായി മതിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ വിളിച്ച് വിപുലമാക്കിയേനെ. ഞാൻ പറഞ്ഞില്ലമ്മ, ഇതൊന്നുമില്ലെങ്കിലും സിനിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ഇത് അവളുടെ ആഗ്രഹമല്ലേ? എന്നാ ചെല്ലങ്ങോട്ട്. സിനി ആന്റി. ഹായ് മോനെ. സിനി ആന്റി ഇപ്പൊ ഫോട്ടോ കാണുന്ന അമ്മയെ പോലെ തന്നെയുണ്ട്. സിനിയ ആളാകെ മാറിയല്ലോ, ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു അല്ലടാ അക്കിച്ചുട്ടാ? 41 ദിവസം നിങ്ങളെയും കിച്ചോട്ടിനെല്ലാം പിരിഞ്ഞിരുന്നത് ഓർക്കുമ്പോൾ പിന്നെല്ലാം നല്ലതിനല്ലേ എന്നൊരാശ്വാസം. ആന്റി വീട്ടിലേക്ക് എപ്പോഴാ വരുന്നത്? ആന്റി ഉടനെ വരും മോനെ. പാമ്പടത്തിയമ്മ. ആ ജിയോ മോളെ, ജൽസയുടെ ഒരുക്കങ്ങളൊക്കെ എന്തായി? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മണ്ഡപം ബുക്ക് ചെയ്തു. മാതാപൂജയുടെ സാധനങ്ങളും വാങ്ങിച്ചു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇന്ന് ടൗണിലേക്ക് പോകാം അമ്മേ. ഞാനും വരാമേ, ചെലവ് ഞാനെടുക്കാം. അത് വേണ്ട മോനെ, അമ്മ എല്ലാം നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും വന്ന ആ ചടങ്ങുകൾ ഭംഗിയായി നടത്തിയാൽ മാത്രം മതി. ആ കൂട്ടത്തിൽ നിങ്ങളുടെ കല്യാണം കൂടി ഞാൻ ഒരുക്കണം അമ്മേ. ജയ് ജയ് മാതാ സന്തോഷി മാതാ, ജയ് ജയ് മാതാ സന്തോഷി മാതാ, മാതാ മാതാ സന്തോഷി മാതാ, മാതാ മാതാ സന്തോഷി മാതാ, ജയ് ജയ് മാതാ സന്തോഷി മാതാ, മാതാ മാതാ സന്തോഷി മാതാ, ജയ് ജയ് മാതാ സന്തോഷി മാതാ, മാതാ മാതാ സന്തോഷി മാതാ, ജയ് ജയ് മാതാ സന്തോഷി മാതാ, ജയ് ജയ് മാതാ സന്തോഷി മാതാ. മഞ്ഞനില കുറിയണിഞ്ഞ് വന്നുകെടി പെണ്ണാളെ, കുഞ്ഞരുവി കുരവയിടാൻ നിന്നുകെടി പെണ്ണാളെ, കണ്ണെഴുതി കവിളുകളിൽ മഞ്ഞളിടും കയ്യാലെ, കണ്ണെഴുതി കവിളുകളിൽ മഞ്ഞളിടും കയ്യാലെ, പച്ചവളപ്പുടവയിൽ നീ പുതുപിറവി പെണ്ണാളെ, പച്ചവളപ്പുടവയിൽ നീ പുതുപിറവി പെണ്ണാളെ. ജയ് ജയ് മാതാ സന്തോഷി മാതാ, ജയ് ജയ് മാതാ സന്തോഷി മാതാ, ജയ് ജയ് മാതാ സന്തോഷി മാതാ, മാതാ മാതാ സന്തോഷി മാതാ.
സന്തോഷി മാതാ ജയ് ജയ് മാതാ സന്തോഷി മാതാ ജയ് ജയ് മാതാ സന്തോഷി മാതാ 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 സന്തോഷി മാതാ മഞ്ഞനില കുറിയണിഞ്ഞ് വന്നുകെടി പെണ്ണാളെ കുഞ്ഞരുവി കുരവയിടാൻ നിന്നുകെടി പെണ്ണാളെ കണ്ണെഴുതി കവിളുകളിൽ മഞ്ഞളിടും കയ്യാലെ കണ്ണെഴുതി കവിളുകളിൽ മഞ്ഞളിടും കയ്യാലെ പച്ചവളപ്പുടവയിൽ നീ പുതുപിറവി പെണ്ണാളെ പച്ചവളപ്പുടവയിൽ നീ പുതുപിറവി പെണ്ണാളെ ജോബനമ്മ ജോബനെ നമ്മ വീട് ജോബനെ യാര വീട് ജോബനെ നമ്മ വീട് ജോബനെ ജോബനമ്മ ജോബനെ നമ്മ വീട് ജോബനെ യാര വീട് ജോബനെ നമ്മ വീട് ജോബനെ ജോബനമ്മ ജോബനെ നമ്മ വീട് ജോബനെ യാര വീട് ജോബനെ നമ്മ വീട് ജോബനെ ജോബനമ്മ ജോബനെ നമ്മ വീട് ജോബനെ യാര വീട് ജോബനെ നമ്മ വീട് ജോബനെ. ആഹാ, അച്ഛനും മോനും വന്നത് അറിഞ്ഞില്ലല്ലോ. കഴിക്കാൻ ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മോൻ കയ്യും കാലം കഴുകിയിട്ട് വാ. ഇന്നെന്താ അത്രയ്ക്ക് ഗൗരവം? എന്തു പറ്റി കിച്ചൂട്ടാ? അമ്മയില്ലാതെ ഞാൻ ഇന്ന് സ്കൂളിൽ പോവില്ല. ഇന്നും കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കിയോ? മോന്റെ അമ്മയ്ക്ക് ഗൾഫിൽ നിന്ന് ലീവ് കിട്ടാഞ്ഞിട്ടല്ലേ? സിനുവാൻറ്റി കള്ളം പറയാ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. സ്കൂളിൽ എല്ലാവരും എന്നെ ഒന്ന് കളിയാക്കി. ടീച്ചർ അടക്കം എന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് വിളിച്ച് കളിയാക്കി. മോൻ കരയണ്ട. മോൻ ആൻറ്റി ഇല്ലേ? നാളെ ആൻറ്റി കൊണ്ടാക്കാം. ഓക്കെ? എൻ്റെ മോനെ ആരാ കളിയാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ. ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്നതാ. ഇതെന്താ ടീച്ചറെ ഇത്? നോക്കൂ ടീച്ചർ, ഇതാണോ പെണ്ണോ? പെണ്ണിന്റെ വേഷം കിട്ടിയാ പെണ്ണാവുന്ന ചിലരുടെ വിചാരം. അയ്യോ, ഞാനില്ല കേട്ടോ. ഇവരെ കളിയാക്കിയ പാപം കിട്ടും. ഇതൊരു മാതിരി ആണും പെണ്ണും കെട്ടത്. ഇതാണോ ടീച്ചറെ ഈ 9? അതെ ടീച്ചറെ, നിങ്ങൾ ഈ പറഞ്ഞ 9 തന്നെയാ ഞാൻ. നിങ്ങളെല്ലാം തികഞ്ഞ 10കളാണല്ലോ. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ പെണ്ണുങ്ങളെ പോലെ വേഷം കെട്ടി നടക്കുന്നവരാണെന്നാണോ? അല്ലാണ്ട് പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നവരല്ലേ? ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ ഇത് തന്നെയല്ലേ പഠിക്കുക? എന്താ നിങ്ങൾ ശരിക്കും പെണ്ണാണോ? ടീച്ചറെ, ഞങ്ങൾ ജനിച്ചപ്പോൾ മുതൽ പെണ്ണ് തന്നെയാ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളെപ്പോലെ ഒരു കുട്ടി ജനിക്കണം. എന്താ അവിടെ ഒരു ബഹളം? എന്താ ഇവിടെ? എല്ലാവരും ക്ലാസ്സിൽ പോ. എന്താ ടീച്ചർ ഇവിടെ ഒരു ഒച്ചപ്പാട്? അത് പിന്നെ സാറേ, അവര് വഴക്കിന് വരുവാ. ഇവരോ? ഇവരെനിക്കറിയാം. സീനി ആരോട് അങ്ങനെ വഴക്കിന് പോവാറില്ല. എന്താ സീനി പ്രശ്നം? ഒന്നുമില്ല മാഷേ. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഇവർക്കൊരു സംശയം. അതിനുള്ള മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളൊന്നും പറഞ്ഞില്ല മാഷേ. കുട്ടികൾ കളിയാക്കി ചിരിച്ചപ്പോ എന്തിനാ സ്ത്രീവേഷം കെട്ടി സ്കൂളിലേക്ക് വരണേന്ന് ചോദിച്ചു. അത്രേ ചോദിച്ചുള്ളൂ. നിങ്ങളൊക്കെ സമൂഹത്തിന് മാതൃകയാകേണ്ടവരല്ലേ? അതിന് പകരം ഇങ്ങനെയുള്ളവരെ കളിയാക്കുകയാ വേണ്ടത്? 2014 സുപ്രീം കോടതി വിധി അറിയില്ലേ? കളിയാക്കിയാലേ അകത്ത് പോവും ടീച്ചറെ. ട്രാൻസ്ജെൻഡർ പോളിസി ഉള്ളതും അതാദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലുമാണെന്ന് അറിയില്ലേ ടീച്ചർക്ക്? സിനിയോട് ക്ഷമ ചോദിക്കൂ. സോറി മാഷെ, ഞങ്ങൾക്ക് അറിയാതെ. സോറി എന്നോടല്ല, ദാ ഇവരോട് പറയും. സോറി സിനി. തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടണം. സോറി ട്ടോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇനി ഒരു ട്രാൻസ്ജെൻഡറിനോടും മോശമായി പെരുമാറില്ല. എനിക്കും നിങ്ങളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ട്രെയിനിലും ബസ്സിലും പണപ്പിരിവ് നടത്തിയും രാത്രിയായാൽ റോഡിലിറങ്ങി സെക്സ് വർക്കിന് നിന്നും മദ്യം കഴിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് എനിക്ക് മുമ്പ് അറിയാമായിരുന്നുള്ളൂ. യാദൃശ്ചികമായാണ് തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ എന്ന പുസ്തകം വായിക്കുന്നതും അതിലൂടെയാണ് ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഐഡന്റിറ്റി കാരണം മാഷെ
ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ഇനി അത് നടക്കില്ല. നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അത് മാറ്റപ്പെടേണ്ടതാണ്. നമ്മുടെ കപട സദാചാര ചിന്തകളും മാറേണ്ടതാണ്. ആരെങ്കിലും ആഗ്രഹിക്കോ സർ പിച്ചെടുത്തും സെക്സ് വർക്ക് ചെയ്തും ജീവിക്കണമെന്ന്? അതുപോലെ തന്നെയാണ് ഞങ്ങളും. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ സമൂഹമാണ്. ഞങ്ങളെ ആണും പെണ്ണും കെട്ടവരായി മാറ്റി നിർത്തിയ ഈ സമൂഹം. കുടുംബത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി സിനി. ഇനി മുതൽ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളെപ്പോലുള്ള വിദ്യാഭ്യാസമുള്ളവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വരും തലമുറയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ട്രാൻസ്ജെൻഡർമാർ വെറും വേഷം കെട്ടിയവരല്ലാന്ന്, അവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനും മാപ്പ് ചോദിക്കുന്നു. എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ. എന്താ സൂര്യ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് വേണ്ടിയല്ല, കിച്ചൂട്ടിന് വേണ്ടി. നമ്മ രണ്ടുപേരുടെയും സ്നേഹം അവന് വേണ്ടോളം കിട്ടുന്നുണ്ട്. അതിലവൻ സന്തോഷവാനുമാണ്. പക്ഷേ അതൊന്നും അമ്മയുടെ സ്നേഹത്തിന് പകരമാകില്ലല്ലോ. അമ്മയെ കാണണമെന്ന വാശി അവന് കൂടുകയുള്ളൂ. സൂര്യയെ കാണണം, പക്ഷെ എവിടെയാന്ന് വെച്ചാ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ സാറേ, ഹണിമൂണൊക്കെ കഴിഞ്ഞോ സാറേ? അല്ല സാറേ, ഇയാൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിച്ച സ്ഥിതിക്ക് ഒരു പെണ്ണിനെ തന്നെ ആകായിരുന്നില്ലേ? ഒരു പെണ്ണിനെ തന്നെ കെട്ടിയത് കൊണ്ടാണല്ലോ ഇപ്പൊ രണ്ടാമത് കെട്ടേണ്ടി വന്നത്. സാറേ, നമ്മൾ മണിയമ്പാറ തോട്ടിൽ നിന്ന് മണൽ പിടിച്ചില്ലേ, അതിന്റെ തെളിവെടുപ്പിന് പോകണം. പിന്നെ 2-3 സ്ഥലം ഉളക്കാനുണ്ട്. ഓട്ടോ വിളിക്കട്ടെ? ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്, നാളെ പോവാം. ശരി സാർ. സാറേ, മലബാർ ക്വാറി ഉടമ സോമൻ മുതലാളി വന്നിട്ടുണ്ട്. വരാൻ പറയും. കളക്ടർക്ക് പൗരസമിതി പരാതി കൊടുത്താണ്. നിങ്ങൾ റവന്യൂ ഭൂമി കയ്യേറിയാണ് കോറി നടത്തുന്നത്. ഞങ്ങൾ ഈ ബുധനാഴ്ച സർവേക്ക് വരുന്നുണ്ട്. ചെറിയൊരു കയ്യേറ്റം നടന്നിട്ടുണ്ട് നേരാ. കാണേണ്ടവരെയെല്ലാം വേണ്ട വിധം കണ്ടിട്ടുണ്ട്. സാറ് പറഞ്ഞാൽ മതി. ജീവിക്കണ്ട സാറേ. ഒക്കെ ശരി തന്നെ. നിയമം നിയമം തന്നെയാണ്. മുതലാളിക്കും സാധാരണക്കാരനും നിയമം തുല്യാണ്. എല്ലാത്തിനും നിയമം നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ സാറേ? ഞാൻ വേണ്ട വിധത്തിൽ കാണാം. നോക്കൂ, എൻ്റെ ജോലിക്ക് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. നിങ്ങൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. എല്ലാത്തിനും അങ്ങനെ നിയമം നോക്കിയാൽ സാറ് ബുദ്ധിമുട്ടും. നിങ്ങൾ സ്വാധീനം വെച്ച സ്ഥലം മാറ്റുമെന്ന് ഭയപ്പെടുത്തുകയാണോ? അങ്ങനൊന്നുമില്ല. ഒരല്പം നീക്ക് പോക്കൊക്കെ വേണമെന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. എനിക്കെൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യണം, അത് നിർബന്ധമുണ്ട്. ഇവിടെ നമ്മുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. താങ്കൾ പോകാൻ നോക്ക്. കിട്ടിയോ? കിട്ടി, പക്ഷേ സൂര്യ ട്രാൻസ്മെൻ ആയി. സൂരജെന്ന് പേരും മാറ്റിയിരിക്കണു. അവർ വിവാഹം കഴിച്ച് ഗുരുവായൂർ സുഖമായിട്ട് ജീവിക്കണം. എന്തായാലും കിച്ചുട്ടൻ അവൻ്റെ അമ്മയെ കാണിച്ചല്ലേ മതിയാവും. ഞാൻ സൂരജനെ വിളിച്ചു തരാം. ഹലോ, സൂരജ് അല്ലേ? ഞാൻ കൊടുക്കാം. ഞാനാ രാജേഷ്, കിച്ചൂട്ടൻ്റെ അച്ഛൻ. രാജേഷ്, സുഖമായിരിക്കുന്നോ? കിച്ചൂട്ടൻ സുഖമായിരിക്കുന്നു. അവൻ അമ്മയെ കാണുമെന്ന് വാശി പിടിച്ച് കരയുന്നു. ഞാനിപ്പോ സൂര്യല്ല, സൂരജാണ്. അറിയാം.
അവൻ്റെ അമ്മയെന്ന സ്ഥാനം മാറിയിട്ടില്ലല്ലോ. എന്നെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അവന് സാധിക്കുമോ? കഴിയണം. ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്നാ നേരിട്ട് കാണാം. ശരിയെന്നാ. ആരാ? സൂരജിന്റെ വീടല്ലേ? അതെ. സിനിയാണോ? അതെ. സൂരജ് ഇല്ലേ ഇവിടെ? അകത്തുണ്ട്. നിങ്ങളിന്ന് വരുന്നറിഞ്ഞ പിന്നെ ഒക്കെ ടെൻഷൻ അടിച്ച് അകത്തേരിപ്പാ. എത്ര വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. കിച്ചോട്ടൻ എന്തു പറയുന്നു? അവ സുഖമായിട്ടിരിക്കണം. സ്കൂളിൽ പോയി. അവനിപ്പോഴും അമ്മയെ കാണാനുള്ള വാശി തന്നെയാണ്. അച്ചോടാ. സൂരജ് അവരെത്തിയിട്ടോ. അകത്ത് പോയോ? ഇരിക്കേ രാജേഷ് ചേട്ടാ, ഞാൻ ചായ എടുക്കാം കേട്ടോ. വീട് സൂപ്പറായിട്ടല്ലോ. സൂര്യ, രാജേഷ് ഏട്ടന് സുഖമല്ലേ? സൂരജ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? സംസാരിക്കാൻ അതാ നല്ലത്. രാജേഷ് എന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്. കിച്ചൂട്ടനും എൻ്റെ കൂടെ വളരെ കംഫർട്ടബിളാണ്. പക്ഷേ അവനിപ്പോഴും എന്നെ അമ്മയായിട്ട് അംഗീകരിക്കുന്നില്ല. എല്ലാം ശരിയാകും സിനി, വിഷമിക്കണ്ട. നിങ്ങൾക്ക് അവനെ കാണാൻ ആഗ്രഹമില്ലേ? പക്ഷേ ഉള്ളിലെവിടെയോ ഒരു കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും സൂരജും നടക്കട്ടെ. അല്ലേ സൂരജ്? വരൂ രാജേഷ്, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ അതേ പ്രശ്നം തന്നെയല്ലേ സിനിക്കുമുള്ളത്. ഒരു സ്ത്രീയുടെ കൂടെയുള്ള ജീവിതം സിനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? അതുപോലെ തന്നെയായിരുന്നു ഒരു പുരുഷൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിതവും. പിന്നെ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നായിരുന്നു അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തിയിരുന്നത്. നമ്മളെപ്പോലെ എത്ര പേരാണ് സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത ആളെയും കെട്ടി പല കുടുംബങ്ങളിൽ മരിച്ചു ജീവിക്കുന്നത്. രാജേഷിൻ്റെ കൂടെ ഒരു ബെഡിൽ കിടക്കുമ്പോൾ അയാൾ എൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ ദേഹത്തൊരു പുഴു അരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. നിങ്ങൾക്ക് അയാളോട് അത് പറയാമായിരുന്നില്ലേ? എത്ര തവണ പറഞ്ഞു, അയാൾക്കത് മനസ്സിലായില്ല. എല്ലാവരും കൂടി എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക ചെയ്തു. അതിനു പുറമെ അച്ഛനമ്മയുടെ മന്ത്രവാദം വേറെ, ഗന്ധർവം കൂടിയതാണെന്നും പറഞ്ഞ്. കുറച്ചൊന്നുമല്ല ഞാൻ അനുഭവിച്ചത്, ഒരുപാട് സഹിച്ചു ഞാൻ. അപ്പോൾ കിച്ചൂട്ടൻ? ഡോക്ടർ കുറിച്ച് തന്ന ഡോസ് കൂടുതലുള്ള മരുന്നിൽ അബോധാവസ്ഥയിൽ അയാൾ എന്നെ റേപ്പ് ചെയ്തു. പലതവണ എൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ. ഞാൻ അറപ്പോടെ പലതും സഹിക്കുകയായിരുന്നു. ഒരാണിന് ഗർഭമുണ്ടായ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനു പുറമെ വീട്ടുകാരുടെ ഭീഷണി, പാവം കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഭയം. എങ്കിലും ഞാൻ അവനെ മറന്നിരുന്നില്ല സിനി. എനിക്കവനെ കാണണം. എൻ്റെ മോനാണവൻ. സിനി, സത്യമായി ഞാൻ കിച്ചുവിനെ മിസ് ചെയ്തിരുന്നു. സൂര്യ, എനിക്കങ്ങനെ വിളിക്കാനേ കഴിയൂ. കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിന്റെ സമ്മതമില്ലാതെ നിന്നെ തൊടാൻ പോലും പാടില്ലായിരുന്നു. ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണമെന്നൊരു വാക്കുകൊണ്ട് തിരുത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും മാപ്പ് എല്ലാറ്റിനും. എൻ്റെ ജീവിതത്തിൽ സിനി വന്ന ശേഷമാണ് എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലായത്.
നിന്റെ ജീവിതത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പുരുഷൻ, സ്ത്രീ, അതിനപ്പുറത്തുള്ള മനുഷ്യരെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇവളാണ് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നത്. ഭാര്യ എന്നാൽ ഭർത്താവിൻ്റെ അടിമയാണ് എന്നായിരുന്നു എൻ്റെ വിശ്വാസം. കണ്ടതും കേട്ടതും അങ്ങനെയായിരുന്നു. തെറ്റ് രാജേഷിൻ്റെ മാത്രമല്ല, നമ്മൾ വളർന്ന സമൂഹത്തിൻ്റെയും കൂടെയാണ്. പക്ഷേ നമ്മുടെ മകനൊന്നും അറിയില്ലല്ലോ. അമ്മ എന്ന വിളി ഒരുപക്ഷെ ഇന്നെനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിന് സിനി തന്നെയാണ് യഥാർത്ഥ അവകാശി. ഞാൻ പ്രസവിച്ചു എന്നുള്ളൂ. എന്നാലും ഞാൻ വരാം കിച്ചുടനെ കാണാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വിളിക്കാം. സൂരജ് എവിടെയാ വരണ്ടേന്ന് അറിയിക്കാം. ഓക്കെ, ബൈ. ശരി. ആഹാ, കൊള്ളാലോ താത്തമ്മ. കിച്ചൂട്ടൻ ഒരേ സന്തോഷ വാർത്തയുണ്ട്. എന്താ? അച്ഛൻ പറയൂ അത്. എന്താ അച്ഛാ പറ. മോനെ കാണാനേ മോൻ്റെ അമ്മ വരുന്നുണ്ട്. ഹായ്, സത്യമാണോ സിനി? സത്യം. അതെ മോനെ, മോൻ്റെ അമ്മയെ കാണാൻ നാളെ പാലക്കാട് പോണു നമ്മൾ. അഭിനന്ദല്ലേ? എടാ, ഇന്നെൻ്റെ അമ്മ ഗൾഫിൽ നിന്ന് വരിക. ഞാൻ അമ്മയെ കാണാൻ പോവാട്ടാ. ഷീജ ടീച്ചറേ, ഇന്നെൻ്റെ അമ്മയെ കാണാൻ പോവുകയാ. ഓക്കെ ടീച്ചറെ, മിഠായി കൊണ്ടുവരാട്ടോ. ഡാ രോഹിത്തെ, ഞാൻ ടെസ്റ്റ് ട്യൂബ് ബേബി ഒന്നല്ലാട്ടാ. ഇന്നെൻ്റെ അമ്മ വരും. അപ്പോൾ ഞാൻ അമ്മയെ സ്കൂളിൽ കൊണ്ടുവരാട്ടോ. മോനെ, ദേ മോൻ്റെ അമ്മ വന്നു. മോനെ, അമ്മ. കിച്ചൂട്ട, മോനെ, മോനെ, ഞാനാടാ നിന്റെ അമ്മ. മോൻ്റെ അമ്മയാടാ. ചെല്ലട കുട്ട, നീ കാണണം എന്ന് ആഗ്രഹിച്ച നിന്റെ അമ്മ. ഇതെന്റെ അമ്മയൊന്നല്ല, എനിക്ക് അമ്മ വേണ്ട. മോനെ, ഇത് നിന്റെ അമ്മയാടാ. ഓ മോനെ. ഇല്ല മോനെ, നിന്റെ അമ്മയാടാ ഇത്. മോനെ, ഞാനാടാ നിന്റെ അമ്മ. നിന്നെ പ്രസവിച്ച അമ്മ. ഒരൊറ്റ തവണ നീ എന്നെ അമ്മേനൊന്ന് വിളിക്കാം. വിളിക്കടാ. സൂര്യ, നിന്നെ ഉൾക്കൊള്ളാനുള്ള അറിവ് അവനുണ്ടാകുന്ന സമയത്ത് അവൻ നിന്നെ അമ്മയായി അംഗീകരിക്കും, അച്ഛനായും. സൂരജ്, അവൻ നിന്നെ മനസ്സിലാക്കുന്ന പ്രായത്തിൽ എല്ലാം ശരിയാകും. വാ, നമുക്ക് പോവാം. സിനി ആൻറ്റി. എന്താ കിച്ചൂട്ടാ? ആൻറ്റിയെ ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ചോട്ടെ? മോ വിളിച്ചോ? അമ്മേ, അമ്മേ, അമ്മേ. കനിയേ കനിയേ എൻ ജീവനും നീയല്ലേ.
ഉയിർത്താളവും നീയല്ലേ ഇരുളാളുന്നൊരിക്കൂട്ടിൽ തിളിനാളവും നീയല്ലേ നിൻ കളികളിലൻ ലോകം നിറമേറുന്നു ചിരികളിലൻ ജന്മം നിറവാകുന്നു ഉയിരും നീയേ ഉറവും നീയേ ഉഴലും പൂവിൻ മണവും നീയേ ഉയിരും നീയേ ഉറവും നീയേ ഉഴലും പൂവിൻ മണവും നീയേ വെൺചിമിഴിൽ വൈഡൂര്യം പോലെ മിഴികളിൽ മിന്നും നിലാവേ കടലലകൾ മണൽ നെഞ്ചിൽ പോലെ കനവുകൾ നെയ്യും കിനാവേ ചിറകുകൾ വിടരാനുയരെ ഉയരേ പുതിയൊരാകാശമായി മാറും ഞാൻ ഉയിരും നീയേ ഉറവും നീയേ ഉഴലും പൂവിൻ മണവും നീയേ ഉയിരും നീയേ ഉറവും നീയേ ഉഴലും പൂവിൻ മണവും നീയേ മരുഭൂവിൽ മഴമേഘം തൂകും മധുരിതമാം പ്രതീക്ഷ പോലെ നെബുലകളിൽ പ്രപഞ്ചങ്ങളോറും ഇനിയ മനോ തിളക്കം പോലെ അരികിൽ വരവെ തനിയെ തനിയേ അതിരുകളോ പുഴയാകുന്നു ഞാനാകുന്നു ഉയിരും നീയേ ഉറവും നീയേ ഉഴലും പൂവിൻ മണവും നീയേ ഉയിരും നീയേ ഉറവും നീയേ ഉഴലും പൂവിൻ മണവും നീയേ. ഗുഡ് മോർണിംഗ് എന്താ സിനി രണ്ടാളും വലിയ സന്തോഷത്തിലാണല്ലോ. കിച്ചൂട്ടൻ സിനിയെ അമ്മയായി അംഗീകരിച്ചിട്ട് സന്തോഷത്തിലാണ്. ഓ നന്നായി, നല്ല കാര്യം. ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ സിനിക്ക് കഴിയും. പ്രസവിച്ചാൽ മാത്രം ഒരാൾ അമ്മയാകുന്നില്ല, മാതൃത്വത്തിൻ്റെ കടമ കൂടി നിർവഹിക്കുമ്പോഴാണ് അമ്മയാകുന്നത്. നിങ്ങൾ അവൻ്റെ അമ്മയാകാൻ എന്തുകൊണ്ടും അർഹയാണ് സിനി. ഓക്കെ, മോൻ അവിടെയുണ്ട്, പോയിക്കോളൂ. ഓക്കെ സർ. ശരി സാറേ. ഇതെന്റെ അച്ഛൻ, ഇത് എന്റെ അമ്മ. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ടെസ്റ്റ് ട്യൂബ് ശിശു ഒന്നല്ല കേട്ടോ. LGBTIAQ എന്നത് കേവലം ഒരു ലിംഗലൈംഗിക പ്രശ്നമല്ലെന്നും ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 15 അനുസരിച്ച് പൗരന് തുല്യനീതി ഉറപ്പുവരുത്തി ഇന്ത്യയിൽ അഭിമാനപൂർവ്വം ജീവിക്കുവാനും പങ്കാളിയുമായി വിവാഹം, സ്വത്തവകാശം, സാമൂഹ്യ പരിരക്ഷ, വ്യക്തിസുരക്ഷ, ദത്തെടുക്കാനുള്ള അവകാശം, ഭാരതത്തിലെ സാധാരണ ദമ്പതികൾക്കുള്ള മറ്റ് അവകാശങ്ങൾ എന്നിവ നിഷേധിക്കാതിരിക്കാനുള്ള അനുകൂല വിധി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും ലഭിക്കുമെന്ന്
പ്രതീക്ഷയോടെ ഒരു സമൂഹം കാത്തിരിക്കുന്നു.